ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റപ്പം മുതൽ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡൊക്കെ ആയിരുന്നു. മൊത്തം ഡേ വീഡിയോ ചെയ്ത് അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു പ്ലാൻ. പക്ഷേ വീഡിയോ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ പണി പാളിപ്പോയി. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ രാവിലെ തന്നെ കുളിച്ചിട്ട് സ്കിൻ കെയർ ചെയ്തു. സ്കിൻ കെയർ എന്ന് വെച്ചാൽ ബേസിക് സ്കിൻ കെയർ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റമൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടെ ആണെങ്കിലും വീട്ടിലാണെങ്കിലും ഫസ്റ്റ് പരിപാടി ലോണ്ട്രി ക്ലിയറിംഗ് ആണ്. അപ്പോൾ അത് തലേ ദിവസം രാത്രി തന്നെ മെഷീനിലേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അത് രാവിലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ടല്ലോ. അപ്പോൾ അതെപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഡ്രസ്സ് അലക്കാണ്ട് കൂട്ടിയിടുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ അലക്കി കഴിഞ്ഞ് ഞാൻ കൂട്ടിയിടാറുണ്ട്. അതെനിക്ക് മടക്കാനുള്ള മടി കൊണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തു. ആദ്യമേ അത് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് അടുക്കാറ്. നമ്മുടെ അവിടുത്തെ വീട്ടിലായിരുന്നപ്പോൾ ലോണ്ട്രി ക്ലിയറിംഗ് ഒക്കെ എൻ്റെ പരിപാടിയും അതൊക്കെ മടക്കി ഒതുക്കി വെക്കുന്നത് സമീനയുടെ പരിപാടിയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു മ്യൂട്ടിൽ പോകുന്നത് കൊണ്ട് എപ്പോഴും എനിക്ക് വാഷ് ചെയ്യാനാണ് ഇഷ്ടം, അവൾക്കാണെങ്കിൽ മടക്കി വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിന് പൊക്കോണ്ടിരുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം രാത്രി എല്ലാ ഇതും ഡിഷും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതെടുത്ത് പ്രോപ്പറായിട്ടുള്ള ഓരോ സ്ഥലത്തേക്ക് വെക്കുന്നതാണ് ഫസ്റ്റ് പരിപാടി. രാത്രി തന്നെ എടുത്ത് വെക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഡ്രെയിൻ ആയിട്ടുണ്ടാവില്ല വെള്ളമൊന്നും. അപ്പോൾ അത് രാവിലെ വന്നാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ വക പരിപാടിയൊക്കെ ഞാൻ അപ്പം ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അപ്പം എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അത് മറന്നു പോവും, പിന്നെ വിട്ടുപോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസവും അങ്ങനെ ഒരു ലേസി ആവുമല്ലോ. അപ്പോൾ തോന്നുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ പിന്നെ അതേപോലെ എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് രാവിലത്തെ ചായ കുടിക്കൽ. അത് എൻജോയ് ചെയ്ത് ചായ കുടിക്കും. ഞാനൊരു കട്ടൻ ചായക്കാരിയാണല്ലോ. പക്ഷേ ഇന്ന് എനിക്കൊരു കോഫി കുടിക്കാനുള്ളൊരു ആഗ്രഹം. കോഫി നമ്മൾ പോണ്ടിച്ചേരി ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം കോഫിയോടൊരു വല്ലാത്ത ഇഷ്ടം കൂടിയിട്ടുണ്ട്. അവിടെ നല്ല ഫിൽറ്റർ കോഫിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ജീന, സലാഹ്, റൈഷു, മറ്റേ എൻ്റെ അങ്കിളുണ്ട് തില്ലു, ഇവരൊക്കെ എൻ്റെ ഒരു ചായ കമ്പനിയാണ്. എല്ലാവരോടും ഞാൻ ചോദിക്കും. അത് എനിക്ക് ഒറ്റയ്ക്ക് കുടിക്കാനുള്ളൊരു മടി എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഞാൻ ആരെങ്കിലും വന്നാൽ തന്നെ ഞാൻ ചായ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓഫർ ചെയ്യും. പിന്നെ ഞാൻ കിച്ചണിൽ ഇരുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, ഇവിടെ എന്തോ പട്ടി വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാൽപ്പാടൊക്കെ ഉണ്ട്, ഒന്ന് വന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഈ വീട് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുത്തതാണ്, ഒരു 1 മന്ത് കൊണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ടിൻ്റെ പരിപാടിയൊന്നും ചെയ്ത് തീർത്തിട്ടില്ല. അതൊക്കെ പതുക്കെ ചെയ്യാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ടൊരു നെറ്റ് ചുറ്റിലും ഇട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും ഞാൻ കിച്ചണിൽ പോയ സമയത്ത് ഉമ്മ ഇങ്ങനെ വിളിക്കുകയാണ്, ഏതോ എന്നും കാണാത്തൊരു ബേർഡ് വന്നിട്ടുണ്ട്, ഒന്ന് നോക്കാൻ വരുന്നതെന്ന്. എന്ത് പച്ച കളറാണ്. ഞാൻ ആദ്യം വിചാരിച്ചു തത്തയാണ്. പക്ഷെ അതിൻ്റെ ചുണ്ടൊക്കെ കാണുമ്പോൾ തത്തേനെ പോലെയല്ല. ഈ ബേർഡ് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു ബേർഡിനെ കാണുന്നത്. പക്ഷേ ഈ ഒരു ലുക്കിലുള്ള പലതിനെ കണ്ടു, പല കളറിൽ. പക്ഷേ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. രാവിലെ വന്നിട്ട് നമ്മുടെ ഇവിടെ മുറ്റത്തിൽ ഇരിക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ബേർഡ്സിനെ കാണാം കേട്ടോ. കുഞ്ഞു കുറേ കിളികളുണ്ട്, മൈനയൊക്കെ വരും. അങ്ങനെ ഞാൻ വീണ്ടും കിച്ചണിൽ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാനില്ലേ ഔട്ട് ഓഫ് ഫോക്കസ്ഡ് എപ്പോഴും. പാല് കയറ്റിയത് അതൊക്കെ തിളച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പടച്ചോനെ വീണ്ടും പണിയായി. എനിക്ക് പാലിങ്ങനെ തറയിൽ കൊട്ടിയിട്ട് പിന്നെ അത് തുടച്ചെടുക്കുന്നത് പോലെ മടിയുള്ളൊരു കാര്യമില്ല. അപ്പോൾ പകുതിയും പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കോഫി എന്തൊക്കെയോ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തു. നല്ല സ്ട്രോങ് കോഫിക്ക് നല്ല സ്മെല്ലല്ലേ. അങ്ങനെ എന്തായാലും ഫൈനലി കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് എൻജോയ് ചെയ്യണം. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കില്ലേ ഒരു മഴ വരാനുള്ളൊരു വൈബ്. അപ്പോൾ രാവിലെ ചായയും ഒക്കെ കൊണ്ട് മുറ്റത്ത് ഇരിക്കുന്ന സമയത്ത് മഴയും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവൽ ഒരു ഫീലാണ്. നല്ലൊരു ആംബിയൻസാണ്. അങ്ങനെ എൻ്റെ കണക്ക് കൂട്ടൽ പോലെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചായ കുടിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഈ ഒരു സമയം ഭയങ്കര സ്ലോ ആയിട്ട് അവിടെ ഇരുന്നു പോവും. ഓരോ കഥയും പറഞ്ഞിട്ട്. പിന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യം നാട്ടിലത്തെ പോലെ തന്നെ. വാപ്പയുള്ള സമയത്ത്
വാപ്പേൻ്റെ കൂടെ ഉണ്ടാവും. ആളും കുറേ സംസാരിക്കും. ആളുടെ പരിപാടി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ബേർഡ്സൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും നോക്കിയിരിക്കും. കുറേ ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഒരു കായലൊക്കെ ഉണ്ട്. അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ടാവാറുണ്ട്. ഞാൻ എന്തെങ്കിലും ഈവനിങ് കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ് ഈവനിങ്ങും കാണാൻ. അപ്പോൾ ഇന്ന് ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു സ്റ്റൊമക്ക് പെയിനൊക്കെ വരാൻ തുടങ്ങി. ഞാനപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കഥ പറഞ്ഞത് കുറേ സമയം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിനോവ വെച്ചിട്ട് ചുമ്മാ ഒന്ന് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഏറ്റവും എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഉമ്മക്ക് കിനോവ വെച്ച് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എന്താ, ഹെൽത്തി ആണല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് കൊടുക്കും. ആൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ എനിക്കും തമ്മീനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അത് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു കടിച്ച് കഴിക്കുന്ന ഒരു സൗണ്ട്, ഒരു ടിക് ടിക് സൗണ്ട് കേൾക്കുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഈ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ. അപ്പോൾ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഒന്ന് എന്തെങ്കിലും ചെയ്ത് കഴിപ്പിക്കണം. പിന്നെ ഞാൻ ഋഷി എന്നോട് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കുടിക്കുന്ന സമയത്ത് ഒന്നും പറയല്ലേ. നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉമ്മ അതിൽ ചാടി പിടിച്ചിട്ട് പിന്നെ അത് തന്നെ ഇങ്ങനെ പറയും. ഒട്ടും ഡ്രസ്സുമില്ല, വായിൽ വയ്ക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ അവനോട് പറഞ്ഞു ഒന്നും പറയല്ലേന്ന്. പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുറച്ച് കിടക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു സ്റ്റൊമക്ക്, ഇപ്പം മന്ത്ലി എല്ലാ മാസവും വരുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം കിടന്നു. പിന്നെ ഉറക്കം വന്നു. കുറച്ച് സമയം ഉറങ്ങി. ഒരു 11 മണി സമയം മുതൽ ഒരു ഉറക്കം കിട്ടും. കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് ആമസോണിൽ. ഒന്ന് അൺബോക്സ് ചെയ്താലോ? ഓക്കെ. ഓക്കേടാ. കുറച്ച് സ്കിൻ കെയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നത് എന്താണെന്നറിയില്ല. കുറേ കാലമായിട്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തു. ഒരു ഫേഷ്യൽ കിറ്റാണ്, ന്യൂട്രി ഗ്ലോൻ്റെ. ഇത് പ്രോബബ്ലി ഒരു നൈറ്റ് സീറം ഒന്നുമല്ല, ഒരു ഫേഷ്യൽ സീറം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല റിവ്യൂ ഉള്ള സംഭവമാണ്. ജീന പറഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ കുറേ സമയം കിടന്നു നോക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഡെലിവറി ചെയ്യാൻ വരുന്ന ആളെ വിളിച്ചിട്ടാണ് എനിക്ക് ഇതൊരു അഡ്വാൻസ്ഡ് സ്കെയിൽ 96 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽ എസെൻസ് ആണ്. അപ്പോൾ ഇത് സ്കിന്നിന് നല്ലതാന്ന് പറഞ്ഞു. ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ വിളിച്ചു, എല്ലാം ഒന്ന് റുട്ടീൻ പോലെ ഫോളോ ചെയ്യണം. ഇതാണ് സംഭവം. ഭയങ്കര ഒരു നമ്മുടെ ഹണി ഒക്കെ പോലെ, പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. തയ്ച്ചപ്പോൾ പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ന്യൂട്രി ഗ്ലോന്റെ ഈ ഒരു ഫേഷ്യൽ കിറ്റ് ഓർഡർ ചെയ്തത് ഈ സംഭവം കണ്ടോണ്ടാം. അപ്പൊ ഇത് പക്ഷെ ഞാൻ വിചാരിച്ചു കുഞ്ഞു ഫേഷ്യൽ കിറ്റൊക്കെ ആയിരിക്കുന്നു. കുഴപ്പമില്ല, നോക്കട്ടെ. വലിയ ഡപ്പായോ. ഇതില് സ്റ്റെപ്സ് ഒക്കെ എഴുതി വെച്ചു. സ്മെല്ല് 1 2 3 4 5. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെക്കാം. ഇതൊക്കെ കൊണ്ട് കളഞ്ഞേക്കട്ടെ. പിന്നെ ഇതെനിക്ക് പണ്ടൊക്കെ ഫേഷ്യൽ കിറ്റിൽ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഹിമാലയയുടെ ഇതൊരു കിറ്റിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സമീന യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എടുത്തതല്ല, അത് ഫേസ് മസാജിനാണ്. അപ്പോൾ അത് കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ കുറേ ബ്രഷസ് ഒക്കെ ഉണ്ട്.
നൈസ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബർത്തിയാണ്. ഹൈ, ഇന്ന് രാവിലെ എണീറ്റപ്പം മുതൽ നല്ല സ്റ്റൊമക്ക് പെയിൻ ആയിരുന്നു. പിന്നെ ഇവിടെ വേറെ ആരും ഫുഡ് ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് എന്തോ ഒരു സംഭവം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്വിനോവ വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഋഷീനോട് പറഞ്ഞു നമുക്കിന്ന് എന്തായാലും മീൽസ് പുറത്തുനിന്ന് മേടിക്കാം, വയ്യാന്ന് പറഞ്ഞു. ആ സമയത്ത് ഋഷീൻ്റെ ഫ്രണ്ട് മിഥിലാജ് വന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ, ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. ഇല്ല, ഉണ്ടാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഫുഡ് അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, കുറേ സ്പെഷ്യൽ ഫുഡ്. അങ്ങനെ അവർ കൊണ്ടുവന്ന കുറേ ഐറ്റംസാണ്. എന്തായാലും എനിക്ക് ഭയങ്കര താങ്ക് യു എന്നുള്ളൊരവസ്ഥയായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും വയ്യ. ആ സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ഫുഡ് ഓഫർ ചെയ്യുമ്പോൾ, അതും നല്ല നമ്മുടെ നാടൻ ഫുഡ് വേണ്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെ കഴിക്കട്ടെ. തേങ്ങാച്ചോറ്, പിന്നെ ബീഫ് കറി. പിന്നെ ഉമ്മക്ക് ബീഫ് പറ്റില്ല എന്ന് പറഞ്ഞു. പപ്പ തന്നെ ആൾ ചിക്കനും മേടിച്ചു. അങ്ങനെയല്ല, നമ്മളിങ്ങനെ ആൾ ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചിക്കനും മേടിച്ച് ഓർഡർ ചെയ്തു. അങ്ങനെ അത് ചിക്കൻ ഫ്രൈ, ഗംഭീരമായിട്ടുള്ള ഐറ്റംസ്. ദെൻ സാലഡ്, യോഗട്ടാണ് കേട്ടോ, സ്വീറ്റ് ടേസ്റ്റൊക്കെ. ഓക്കെ, അപ്പോൾ കഴിക്കട്ടെ. എനിക്ക് ഉമ്മക്കും റഷി പിന്നെ ഫ്രണ്ട്സ്, ഇവർ വേറെ ആരും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇന്ന് ഫ്രൈഡേയാണ് അതിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല അസൽ തേങ്ങാച്ചോറും കുറേ നാടൻ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ആയിരുന്നു. അടിപൊളിയൊരു മീലായിരുന്നു. റഷി എനിക്ക് ഉമ്മക്ക് വേണ്ടി എന്തൊരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. മോനെ നല്ല ബർക്കത്തുള്ള പയ്യൻ. താങ്ക് യുടാ. എനിക്കിന്ന് സുഖമില്ലാത്തതുകൊണ്ട് ആളാണ് കിച്ചൺ ഡ്യൂട്ടി. നൈസ്. എങ്ങനെയുണ്ട്? സൂപ്പർ പോലോ. വാടാ, റെസിപ്പി നമ്മളെ വ്ലോഗ് മറ്റേ ഓഡിയൻസ് ഷെയർ ചെയ്യുക. മാംഗോ ജ്യൂസ്, മാംഗോ ഷേക്ക്. അടിപൊളി. പയ്യൻസൊക്കെ അടുത്ത് കഴിഞ്ഞാൽ കിച്ചണിലൊക്കെ കയറി നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യും. ഓക്കെ, സെറ്റിൽപ്പിക്കാം. നമ്മളിന്ന് കൊണ്ടുവന്ന ഫേഷ്യൽ കിറ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മാറ്റം മീൻസ് ഒരു പെട്ടെന്നൊന്ന് റെഡി ആയിട്ടുണ്ട് ഫേസ്, ഇല്ലേ? തോന്നണ്ടേ? എനിക്കിവിടെയൊക്കെ ഭയങ്കര ഒരു പോഴ്സൊക്കെ വന്നിട്ട് ഒന്ന് ക്ലീനപ്പ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണല്ലോ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. സംഭവം വേറൊരു പരിപാടിയിലാണ്. റഷീൻ്റെ ഫ്രണ്ട് മിഥിലാജ് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞില്ലേ, ഇതാണ് പുള്ളി. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.